ഹലോ, വെൽക്കം ടു അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. ഞാൻ ഡോക്ടർ അബ്ബാസ് ഒട്ടോളി, അമൽ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഈ വർഷത്തെ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024-25 അക്കാഡമിക് വർഷം മുതൽ 4 ഇയർ UG പ്രോഗ്രാമാണ് ഓഫർ ചെയ്യുന്നത്. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് അഡ്മിഷന് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 ഇയറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 4 ഇയർ UG പ്രോഗ്രാമിൽ ഒരു കുട്ടിക്ക് 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, 3 വർഷം കോളേജിൽ പഠിച്ച് ഒരു സാധാരണ ഡിഗ്രിയുമായിട്ട് എക്സിറ്റ് ആവുക. രണ്ടാമത്തെ, 3 വർഷം പഠിച്ച് എല്ലാ പേപ്പറും പാസ്സായി 4-ാമത്തെ വർഷം കൂടിയും അവിടെ തുടർന്ന് ഹോണേഴ്സ് ഡിഗ്രിയുമായിട്ട് പുറത്തു പോവുക. മൂന്നാമത്തെ, 3 വർഷം പഠിച്ച് 75% കൂടുതൽ മാർക്കോടുകൂടി പാസ്സായി ഒരു PhD യോഗ്യതയുള്ള അധ്യാപകൻ്റെ കീഴിൽ ഒരു റിസർച്ച് പ്രൊജക്റ്റും ചെയ്ത് ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഡിഗ്രിയുമായിട്ട് പുറത്തു പോകും. ഇതിൽ 3 വർഷത്തെ ഡിഗ്രി പാസ്സായാൽ നമുക്ക് സാധാരണ ഡിഗ്രി യോഗ്യതയുള്ള എല്ലാ ജോലിക്കും പോകാൻ സാധിക്കും. ഇനി ഹോണേഴ്സ് ഡിഗ്രി പാസ്സായാൽ നമുക്ക് PG 1 വർഷം കൊണ്ട് PG പൂർത്തിയാക്കിയിട്ട് നമ്മൾ തുടർ പഠനം സാധ്യമാകും. ഇനി ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചതെന്നുണ്ടെങ്കിൽ PG ഇല്ലാതെ നേരെ PhD പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങളുടെ തുടർ പഠനം സാധ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ 4 ഇയർ UGയിൽ 3 തരത്തിലുള്ള കോഴ്സുകളാണ് ഉള്ളതെന്ന് പറയാം. ഒന്ന്, ആദ്യത്തെ കാറ്റഗറി ഫൗണ്ടേഷണൽ കോഴ്സസ് ആണ്. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഉൾപ്പെടുന്ന 13 കോഴ്സുകളാണ് ഒരു UG പ്രോഗ്രാമിൽ ഉള്ളത്. രണ്ടാമത്തെ മേജർ കോഴ്സസ് ആണ്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള കോർ പേപ്പറുകളാണ് മേജർ കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ BComന് അഡ്മിഷൻ എടുത്താൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്ന കോറായിട്ടുള്ള 17 കോഴ്സുകൾ ഉണ്ടാവും ആദ്യത്തെ 3 വർഷത്തിനിടയിൽ. അതുപോലെ മറ്റൊന്ന്, മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മൈനർ കോഴ്സുകളാണ്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന 6 കോഴ്സുകൾ നമ്മൾ ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ പഠിച്ചിരിക്കണം. അതിനാണ് മൈനർ കോഴ്സസ് എന്ന് പറയുന്നത്. BComന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് ഇക്കണോമിക്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ പറഞ്ഞ 6 കോഴ്സുകൾ പഠിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന മേജർ മൈനർ കോമ്പിനേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പാത്ത് വേ ഡിസൈഡ് ആവുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിലവിലൊരു കുട്ടിക്ക് 5 പാത്ത് വേസ് ചൂസ് ചെയ്യാൻ കഴിയും. ഒന്നാമത് സിംഗിൾ മേജർ പാത്ത് വേ എന്നുള്ളതാണ്. അഥവാ മേജർ വിഷയം മാത്രം കുട്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അക്വയർ ചെയ്യുന്നു. ദെൻ മൈനർ കോഴ്സുകൾ കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായിട്ട് സ്കാറ്റർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഡിഗ്രി സിംഗിൾ മേജർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മേജർ കൊമേഴ്സ് എന്ന് പറയുന്ന ഡിഗ്രി ആയിരിക്കും കിട്ടുക. രണ്ടാമത്തെ പാത്ത് വേ എന്ന് പറയുന്നത് മേജർ വിത്ത് എ മൈനർ എന്നാണ്. അഥവാ 17 മേജർ കോഴ്സുകൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു, ദെൻ 6 മൈനർ കോഴ്സുകൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്താൽ ആ കുട്ടിക്ക് കൊടുക്കുന്നത് മേജർ വിത്ത് മൈനർ എന്നാണ്. മേജർ കൊമേഴ്സ് ഇക്കണോമിക്സ് മൈനർ എന്ന് പറയുന്ന ഒരു ഡിഗ്രി ആ കുട്ടിക്ക് കിട്ടും. ഈ ഒരു ഡിഗ്രി ആണെങ്കിൽ ആ കുട്ടിക്ക് ഹയർ എഡ്യൂക്കേഷൻ PGക്ക് പോകുമ്പോൾ കൊമേഴ്സിലോ ഇക്കണോമിക്സിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഡിഗ്രി വരുന്നത്. മൂന്നാമത്തെ പാത്ത് വേ മേജർ വിത്ത് എ വൊക്കേഷണൽ മൈനർ എന്നാണ്. മേജർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തു, ദെൻ വൊക്കേഷണൽ കോഴ്സുകൾ മൈനറായിട്ട് ഓഫർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അഥവാ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ടൈപ്പ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 6 മൈനർ കോഴ്സുകൾ എടുത്താൽ മേജർ വിത്ത് ആ പെർട്ടിക്കുലർ വൊക്കേഷണൽ മൈനർ എന്നുള്ള ഡിഗ്രി കിട്ടും. ഇനി നാലാമത്തെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് എന്നാണ്. അഥവാ ഒരു കുട്ടി മേജർ കൊമേഴ്സിൽ നിന്ന് എടുത്തു, ദെൻ മൈനറിൽ 3 കോഴ്സസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തു, 3 കോഴ്സുകൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്താൽ ആ കുട്ടിക്ക് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാണ് കിട്ടുന്നത്. അഥവാ കൊമേഴ്സ് മേജർ വിത്ത് ഇക്കണോമിക്സ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 3 പേപ്പർ ഇക്കണോമിക്സിന് എടുത്തു, 3 പേപ്പർ സെറ്റായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് എടുത്താലാണ് കുട്ടിക്ക് ഇത്തരം ഡിഗ്രി കിട്ടുക. ഇതിപ്പോൾ ഉദാഹരണമായിട്ട് പറയുമ്പോൾ സാധാരണഗതിയിലുള്ള ഇപ്പോൾ ഫിസിക്സിന് ജോയിൻ ചെയ്താൽ ഫിസിക്സ് മേജർ വിത്ത് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ ആ പാത്ത് വേയിലാണ് വരുന്നത്. അവസാനത്താണ് ഡബിൾ മേജർ പാത്ത് വേ. ഇവിടെ കുട്ടി മൈനറിന് പകരം കൂടി മേജറായിട്ട് തന്നെ വിഷയങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ 2 മേജർ ഉണ്ടായിരിക്കും. അതിപ്പോൾ അമൽ കോളേജിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമൽ കോളേജിൽ
BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്ന് പറയുന്നത് ഡബിൾ മേജർ ഡിഗ്രിയാണ്. അവിടെ മാത്സിലും ഫിസിക്സിലും മേജർ ഡിഗ്രിയാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് ഈ 3 ഇയറിൽ നിന്ന് 4 ഇയർ UG വരുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഫസ്റ്റ് വരുന്നത് ഓപ്പൺ എൻഡ് മോഡ്യൂളുകൾ എല്ലാ പേപ്പറിലും ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിലവിൽ 20% ഓപ്പൺ മോഡ്യൂളാണ്. അഥവാ ഒരു പേപ്പറിൽ 5 മോഡ്യൂളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 ചാപ്റ്റർ മാത്രമാണ് യൂണിവേഴ്സിറ്റി സിലബസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. 5ാമത്തെ മോഡ്യൂള് ടീച്ചറും സ്റ്റുഡൻറ്റും ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടിയിട്ട് അവരുടെ നീഡ്സൊക്കെ മനസ്സിലാക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ എല്ലാ പേപ്പറിലും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ അത്തരം ഡിസ്കഷന് നമുക്ക് കുട്ടികൾക്ക് ഒരു മാർക്കും കിട്ടാനുള്ള അവസരം വരികയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ മാർക്ക് 30% ആയിട്ട് ഉയരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് അസസ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം വരും. ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസുമായിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും അതിൻ്റെ പ്രോഗ്രസ്സിനൊക്കെ കുട്ടിക്ക് കുറച്ചും കൂടി റിവാർഡ് കിട്ടാനുള്ളൊരു അവസരം വരും. മൂന്നാമത് ഓഡ് സെമസ്റ്റർ എക്സാമിനേഷൻസൊക്കെ ഇനി മുതൽ കോളേജാണ് നടത്തുന്നത്. അതുകൊണ്ട് എക്സാമിനേഷൻ്റെ ആ ഒരു സ്ട്രെസ്സ് കുറച്ച് കുറയാനും അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ടൊക്കെ പബ്ലിഷായി കിട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യത വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, എല്ലാ ഡിഗ്രി പ്രോഗ്രാമിലും 3ാമത്തെ വർഷം ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന 2 ക്രെഡിറ്റിൻ്റെ മാൻഡേറ്ററി കോമ്പോണൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഷോർട്ട് ടേം ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. മറ്റൊന്ന്, അഡീഷണൽ ക്രെഡിറ്റ് അക്വയർ ചെയ്യാനുള്ളൊരു സാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 17 മേജർ, 13 ഫൗണ്ടേഷണൽ, 6 മൈനർ എന്നൊക്കെ പറയുന്നത് മിനിമം ക്രെഡിറ്റ് ആണ്. കുട്ടിക്ക് അഡീഷണലായിട്ട് ക്രെഡിറ്റ് അക്വയർ ചെയ്യാം. ഒരു സെമസ്റ്ററിൽ ഒരു പേപ്പർ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് അഡീഷണലായിട്ട് ഓൺലൈനായോ അതല്ലെങ്കിൽ കോളേജിൽ തന്നെ അവൈലബിൾ ഉള്ള മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള കോഴ്സുകളായിട്ടോ ഒക്കെ കുട്ടിക്ക് അഡീഷണൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ പേപ്പറുകൾ പഠിക്കാനും അതിനെ അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലേക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ കുട്ടി പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അക്വയർ ചെയ്യുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഓൺലൈനായിട്ടൊക്കെ അക്വയർ ചെയ്ത ക്രെഡിറ്റുകളെല്ലാം കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലേക്ക് വളരെ ട്രാൻസ്പെറൻ്റായി അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് കുട്ടിക്ക് ഏൺ ചെയ്യാനും അതൊക്കെ റെഡീം ചെയ്ത് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഫൈനൽ സർട്ടിഫിക്കറ്റ് സിന്തസൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഈ ABC നിലവിൽ വരുന്നതോടുകൂടി വളരെ പെട്ടെന്ന് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചേഞ്ച് ആവാൻ ഇത്തരം സാധ്യതകളൊക്കെ നിലവിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ഈ ഒരു ഡിസ്കഷൻ്റെ ബേസിൽ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത് അഥവാ ഏത് പ്രോഗ്രാമിനാണ് ജോയിൻ ചെയ്യേണ്ടത്, മേജർ വിഷയം ഏതാണെന്ന് തീരുമാനമെടുക്കുന്നു. അപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സുള്ള കോളേജുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആലോചിക്കാവുന്നത്, ഞാൻ കൊമേഴ്സ് മേജർ ആണെങ്കിൽ മൈനർ നിർബന്ധമായിട്ട് മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് പ്രിഫറൻസ് ഏതാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മൈനർ എക്കണോമിക്സ് വേണം എന്നുണ്ടെങ്കിൽ കൊമേഴ്സും എക്കണോമിക്സും ഉള്ള ഒരു കോളേജിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കൊമേഴ്സ് മേജർ എക്കണോമിക്സ് മൈനർ എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മൈനർ നിർബന്ധമായിട്ട് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്. മൈനറിനെ കുറിച്ച് നമുക്ക് ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടെങ്കിൽ മേജറും മൈനറും ഒരുമിച്ച് കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. ഇനി ഒരു പെർട്ടിക്കുലർ മൈനറിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായിട്ട് ഈ 6 മൈനർ കോഴ്സുകൾ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അഡ്മിഷൻ സമയത്ത് തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളൊരു ഡിഗ്രി നമ്മൾ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടി ജോയിൻ ചെയ്യുന്ന കോളേജിൽ PhD യോഗ്യതയുള്ള അധ്യാപകരുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമാണ് അയാൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഡിഗ്രി ആ കോളേജിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിലും കുട്ടിക്ക് 3 വർഷത്തെ ഡിഗ്രി അവിടെ ചെയ്തിട്ട് 4ാമത്തെ വർഷം ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാൻ ഓപ്പണിംഗ് ഉള്ള അല്ലെങ്കിൽ വേക്കൻസി ഉള്ള കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകാനുള്ള അല്ലെങ്കിൽ സാധ്യത കുട്ടിക്കുണ്ടായിരിക്കും. എന്നാലും അതും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം കുട്ടി ഒരു കോളേജ് ചൂസ് ചെയ്യേണ്ടത് എന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.